കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അത്തോളി സ്വദേശി രാജൻ മരിച്ച സംഭവത്തിലാണ് കേസെടുത്തത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ബീച്ച് ആശുപത്രി അധികൃതരോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, മാനുഷികപരമായ നമ്മുടെ വലിയൊരു ഇടപെടൽ ഫലം കണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്ന സാഹചര്യം, വിവരങ്ങൾ. ആദ്യമായി ഈ വാർത്ത പുറത്തെത്തിച്ചത് ജനം ടിവിയാണ്. ജനം ടിവി വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ബീച്ച് ആശുപത്രി അധികൃതരോട് 15 ദിവസത്തിനകം ഈ സംഭവത്തിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിഎംഒയും ഈ സംഭവത്തിൽ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കാലിലെ മുറിവുമായ അത്തോളി സ്വദേശി വയോധികനായ രാജൻ കോഴിക്കോട് ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് ചികിത്സ ലഭ്യമായില്ല എന്നൊരു പരാതിയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലച്ചിട്ട് 10 മാസങ്ങൾ പിന്നിട്ടു. കോടിക്കണക്കിന് രൂപ ഈ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് കുടിശ്ശികയായി സർക്കാർ നൽകുവാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിതരണക്കാർ കാത്ത് ലാബിലേക്ക് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നൽകാത്തത്. അതുകൊണ്ട് തന്നെ ഈ കാത്ത് ലാബ് അടഞ്ഞുകിടക്കുന്നു. കാത്ത് ലാബ് അടഞ്ഞുകിടക്കുന്ന വിഷയത്തിൽ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ കാത്ത് ലാബ് അടഞ്ഞുകിടക്കുന്ന വിഷയത്തിലും നേരത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. സാധാരണക്കാരായ മലബാറിലെ തീരദേശവാസികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. എന്നിട്ട് പോലും ഈ കാത്ത് ലാബ് തുറന്നു പ്രവർത്തിക്കുവാൻ ഇതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വയോധികൻ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 15 ദിവസത്തിനകം, അതായത് അടുത്ത ആഴ്ച നടത്തുന്ന സിറ്റിംഗിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നീലിമ, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. ഇതേ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. ദിസ്നയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.